നമസ്കാരം, ഞാൻ ഡോക്ടർ മോഹ്സിന. നിങ്ങൾക്ക് പെട്ടെന്നൊരു ദിവസം, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിൽ കാൽവിരലുകളിലോ ജോയിൻറ്റുകളിലോ വേദന അനുഭവപ്പെട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് കാൽവിരലുകളിൽ പെട്ടെന്ന് തടിപ്പും ചുവപ്പും കടുത്ത വേദനയും ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ ഇത് ഗൗട്ട് എന്ന അസുഖത്തിൻ്റെ ലക്ഷണങ്ങളാകാം. ഗൗട്ട് അഥവാ യൂറിക് ആസിഡിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. എന്താണ് ഗൗട്ട്? ഗൗട്ട് എന്നത് ഒരുതരം ആർത്രൈറ്റിസ് ആണ്. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ ജോയിൻറ്റുകളിൽ അടിഞ്ഞുകൂടുമ്പോൾ കടുത്ത വേദനയും നീർക്കെട്ടും ചുവപ്പും ഉണ്ടാകുന്നു. യൂറിക് ആസിഡ് എന്നത് നമ്മുടെ ശരീരത്തിൽ സാധാരണമായി ഉണ്ടാകുന്ന ഒരു മാലിന്യ വസ്തുവാണ്. പ്രത്യേകിച്ച് പ്യൂരിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ദഹിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. സാധാരണയായി യൂറിക് ആസിഡ് രക്തത്തിൽ ലയിച്ച് മൂത്രത്തിലൂടെ പുറത്തു പോവുകയാണ് ചെയ്യുക. പക്ഷേ ഇത് കൂടുതലായി ഉണ്ടാവുകയോ കിഡ്നി ശരിയായി പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യുമ്പോഴാണ് യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത്. റെഡ് മീറ്റ്, ആനിമൽ പ്രോട്ടീൻസ്, സീ ഫുഡ് ഐറ്റംസ്, ആൽക്കഹോളിക് ഡ്രിങ്ക്സ് എന്നിവയിൽ പ്യൂരിൻ്റെ അളവ് താരതമ്യേന കൂടുതലായിരിക്കും. ഇത് ഏറ്റവും സാധാരണമായി ബാധിക്കുന്നത് കാൽവിരൽ, മുട്ട്, വിരലുകൾ, കണങ്കാൽ എന്നിവയാണ്. ഗൗട്ടിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായും പെട്ടെന്നുള്ള കടുത്ത വേദന, നീർക്കെട്ടും ചുവപ്പും, ചൂടനുഭവപ്പെടുക. രാത്രി സമയത്താണ് കൂടുതൽ വേദന അനുഭവപ്പെടുക. ചിലർക്കിത് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും കടുത്ത വേദനയായിരിക്കും. ഗൗട്ട് ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട്. പ്യൂരിൻ കൂടുതലുള്ള ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം, അമിതവണ്ണം, കിഡ്നി ഡിസീസസ്, പ്രമേഹം, ഉയർന്ന രക്തസമ്മർദ്ദം എന്നിവയാണ്. കൂടാതെ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, ചില മരുന്നുകളുടെ ഉപയോഗം, ഫാമിലി ഹിസ്റ്ററി എന്നിവയും കാരണമാകാം. അതുകൊണ്ട് തന്നെ ഭക്ഷണശീലങ്ങളും ജീവിതശൈലിയും ഗൗട്ടിൻ്റെ രൂപീകരണത്തിനും നിയന്ത്രണത്തിലും പ്രധാന പങ്കുവഹിക്കുന്നു. ഭക്ഷണക്രമത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ട ഭക്ഷണങ്ങൾ മെയിനായിട്ട് റെഡ് മീറ്റ്, ലിവർ, കിഡ്നി തുടങ്ങിയ ഓർഗൻ മീറ്റ്സ്, ചെമ്മീൻ, ഞണ്ട്, മത്തി തുടങ്ങിയ സീ ഫുഡ് ഐറ്റംസ്, ആൽക്കഹോളിക് ഡ്രിങ്ക്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, മറ്റ് മധുരപാനീയങ്ങളുമാണ്. യൂറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് ഗുണകരമാണ്. ആവശ്യത്തിന് വെള്ളം കുടിക്കുക, വിവിധതരം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുക, കൊഴുപ്പ് കുറഞ്ഞ പാലും പാലുൽപ്പന്നങ്ങളും തിരഞ്ഞെടുക്കുക, ഹോൾ ഗ്രെയിൻ അഥവാ മുഴുധാന്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഗൗട്ടിൻ്റെ ചികിത്സയിൽ പ്രധാന ലക്ഷ്യം വേദനയും വീക്കവും മാറ്റുന്നതിനോടൊപ്പം രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ അളവ് സാധാരണ നിലയിലാക്കുക എന്നതാണ്. അതോടൊപ്പം ഭക്ഷണക്രമത്തിൽ ശ്രദ്ധ ചെലുത്തുന്നതും ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്തുന്നതും ഗൗട്ട് നിയന്ത്രിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. ഗൗട്ട് നേരത്തെ തിരിച്ചറിയുകയും ആവശ്യത്തിന് മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്താൽ രോഗത്തിൻ്റെ ആഘാതം ഗണ്യമായി കുറയ്ക്കാൻ കഴിയും. ഗൗട്ട് പൂർണ്ണമായി നിയന്ത്രിക്കാവുന്ന ഒരു രോഗമാണ്. ഈ വിഷയത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.